നീ നിന്നെ തന്നെ യോഗ്യനാക്കണ്ട. നിന്റെ മേലൊരു അഭിഷേകം വന്നാൽ അത് നിന്നെ യോഗ്യനാക്കും. ദാവീദിന്റെ വീട്ടിൽ ചെന്നപ്പോ ഇളയ മോനാണ് കേട്ടോ, ബാക്കിയുള്ളവരൊന്നും വിളിച്ച് വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട, അവർ ജോലിയൊക്കെ കളഞ്ഞ് വരണ്ടായോ, അവരവിടെ കാണാൻ ഇരിക്കട്ടെ, ഇളയ ചെറുക്കനെ ഇങ്ങോട്ട് വിളിച്ചോ, കുറച്ച് എണ്ണയുണ്ട് ഒഴിച്ച് ഞാൻ പൊക്കോളാം എന്നല്ലേ പറയേണ്ടത്. പക്ഷെ കർത്താവ് പറഞ്ഞു 7 പേരെയും വിളിക്കാൻ പറഞ്ഞു. 7 പേരെയും വിളിച്ചിട്ട് ഇംഗ്ലീഷ് ബൈബിൾ നോക്കണം, ഐ ഹാവ് റിജക്റ്റഡ് ഹിം എന്ന്. ഇവനല്ലെന്നല്ലെന്ന്, ഇതല്ല എന്നല്ല പറയുന്നേ, റിജക്റ്റഡ്. ഞാൻ ഉദ്ദേശിച്ചാൽ ഇതല്ലെന്ന് പറയുന്നതല്ലേ കറക്റ്റ്, പക്ഷെ അങ്ങനല്ല അവിടെ എഴുതിയിരിക്കുന്നേ. ഐ ഹാവ് റിജക്റ്റഡ് ഹിം എന്നാണ് എഴുതിയേക്കുന്നത്. അതെന്തിനാണെന്നറിയാവോ? കുളിച്ചൊരുക്കി നല്ല ഡ്രസ് ഇട്ട് ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത് സ്റ്റൗട്ടായിട്ട് നിൽക്കുന്ന 7 പേരോടും പറഞ്ഞു റിജക്റ്റഡ്. പിന്നെ ദൈവമല്ല, ശമൂവേൽ ചോദിക്കുകയാണ്, ഇനി പിള്ളേർ വല്ലതും ഉണ്ടോ? ഒരാളുണ്ട്. എവിടാ? ആടുകളുടെ കൂടെയാവും. അവൻ വന്നിട്ടല്ലാതെ ബന്ധിക്കിരിക്കുകയല്ലെന്ന് പറഞ്ഞു. അവൻ വന്ന പാടെ പറഞ്ഞു, കർത്താവ് പറഞ്ഞു ഇവനാള്, എണ്ണ ഒഴിച്ചോളാൻ പറഞ്ഞു. അവനോട് കുളിക്കാൻ പറഞ്ഞില്ല, അവനോട് പോയി നിന്നെ തന്നെ ശുദ്ധീകരിച്ചിട്ട് വരാൻ പറഞ്ഞില്ല. ബാക്കി 7 പേരെ കുറിച്ച് പറയുന്നത് ഈശായും അവന്റെ പുത്രന്മാരും തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് ശമൂവേലിന്റെ കൂടെ യാഗത്തിന് പോയിന്നാ. എന്നാൽ ദാവീദ് വന്നപ്പോ ശുദ്ധീകരിക്കാൻ പറഞ്ഞില്ല. നീ നിന്നെ തന്നെ യോഗ്യനാക്കണ്ട. നിന്റെ മേലൊരു അഭിഷേകം വന്നാൽ അത് നിന്നെ യോഗ്യനാക്കും.